വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആയി വന്നിട്ട് അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കണം. പൊട്ടി വരുന്നതോടുകൂടി നമുക്ക് ഇതിലേക്ക് ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചതച്ചെടുത്താണ് അത് ഒന്ന് വരട്ടെ. അപ്പോൾ വെളുത്തുള്ളി, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ ആയി വന്നിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേപ്പിലായി വന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വറ്റൽമുളക് ചതച്ചത് ഞാൻ ഇട്ട് കൊടുക്കണം. പൊട്ടിച്ചിട്ടാലും മതി. ചതച്ച് ഇട്ട് കൊടുക്കണം. ഒരു സ്പൂണുണ്ട് നന്നായി വരണം. പിന്നെ ഒരു സ്പൂൺ ഉലുവയും ഒരു സ്പൂണ് കായും ഇട്ടുണ്ട്. ഉപ്പ് പാകത്തിലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം, പുളി ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കണം. ഇപ്പോൾ 2 അച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വറ്റി കുറുതായി തരുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ പാകാൻ നോക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. വറ്റി കുറുതായി വരട്ടെ. നന്നായി തിളച്ച് ഇങ്ങനെ കുറുകുറുന്നാവണം കേട്ടോ. അതുവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുക. ഞാൻ ഇവിടെ അധികം എരിവൊന്നും ഉപയോഗിക്കില്ല, അപ്പുള്ളവരല്ലേ. അപ്പോൾ എന്നാലും നല്ല ടേസ്റ്റായിട്ട് വരുന്നുണ്ട്. ഞാൻ നോക്കി. പിന്നെ അത് കുറുതായി വരണം. നന്നായി വെള്ളം കുറുതായി വരണം. പറ്റിച്ചെടുക്കണം. ആവട്ടെ. അപ്പോൾ നമ്മുടെ പുളിഞ്ചി റെഡിയായി. നല്ല ടേസ്റ്റായി പുളിഞ്ചി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.